சொல்லுங்கண்ணா சொல்லு. சௌக்கியமா? வியாபாரம் எல்லாம் எப்படி போகுது? என்னாச்சு? அப்படியா? நான் எல்லாமே உனக்கு அனுப்பிட்டாரே வாட்ஸ்அப்பில். சரி, இப்போ என்ன வேணும்? சரி, கொஞ்சம் நிமிஷம் நான் வாட்ஸ்அப் பார்க்கட்டும். ஆ, 5 ஐட்டத்துக்கு வேற பேர் வேணும் இல்லையா? சரி சரி சரி, நான் സെറ്റ് பண்றேன். ഓ, ഞാൻ ഏറ്റു. ഓ ശരി, നോ ടെൻഷൻ. എപ്പം നിരോധിച്ചാലും നിങ്ങൾ ആ പേര് ഇങ്ങോട്ട് വിടുക, നമ്മൾ അടുത്ത പേരിൽ സാധനം ഇറക്കും. പോരെ? ഐറ്റം ഒക്കെ അത് തന്നെ കൊടുത്തോ, അതൊന്നും പ്രശ്നമില്ല. അടുത്ത പിടിക്കപ്പെടുമ്പോൾ അടുത്ത പേര് മാറ്റാം നമുക്ക്. അപ്പം ഞാൻ പേര് പറഞ്ഞുതരാം. നിങ്ങൾ പറഞ്ഞ 5 പേരല്ലേ? ഒരു നിമിഷം. ഇപ്പോ ആദ്യം അയച്ച പേര് കേരമാത. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം, കേരമാത മാറ്റി കേരമാമിയാക്ക്. എഴുതിക്കോ, കേരമാമി. കേരമാത മാറ്റി കേരമാമി. കോക്കനട്ട് ഓയിൽ ഒന്ന് പോടുക. നന്മ കേരള എന്നൊരു ഐറ്റം ഇല്ലേ, അത് നേരെ തിരിച്ച് വെണ്മ കേരള ആക്കിക്കോ. വെണ്മ കേരള കോക്കനട്ട് ഓയിൽ ആക്കിക്കോ. എപ്പടി ഇருக்கு പേര്? ഇനി ഇருக்கு കേര രുചികരം, അത് മാറ്റി കേര തൃപ്തികരമാക്കിക്കോ. പൊളിക്കും. കേര തൃപ്തികരം. അടുത്തത് കേര മിത്രം, അതുണ്ട്. അത് മാറ്റി കേര കൂട്ടുകാരനാക്കിക്കോ. കേര കൂട്ടുകാരൻ, അതാക്കിക്കോ. അത് കഴിഞ്ഞുള്ളത് കേര നാടെന്ന് പറഞ്ഞ ഒരെണ്ണമുണ്ട്, അത് കേര ഫോറസ്റ്റ് ആക്കിക്കോ. ഇരിക്കട്ടെ, കാടിനും കൂടെ കേര ഫോറസ്റ്റ്. പോരെ? നിങ്ങൾ ഹാപ്പി ആയല്ലോ. പിന്നെ ഞാൻ ഈ പറഞ്ഞ പേരിന്റെ അവസാനം കോക്കനട്ട് ഓയിൽ മാത്രം നിങ്ങൾ ചേർത്താൽ മതി. പേരൊക്കെ ഡസൻ കണക്കിന് ഞാൻ ഇട്ട് തരും. നിങ്ങൾ ഹാപ്പി അല്ലേ? ഓക്കെ. നിങ്ങളൊന്നും കൊണ്ടുമേ വിഷമിക്കണ്ട. എപ്പ നിരോധിച്ചാലും അപ്പ അയച്ചതാ, അപ്പ പേര് മതി തിരിച്ചയച്ചു തരും. ഓക്കെ. ഇതിപ്പോ അവിടെ ഫ്ലാഷ് ന്യൂസ് വന്നിരുന്നു വെച്ചാൽ, സാധാരണ കേരളത്തില് പിന്നെ എന്തെങ്കിലും വാർത്ത വന്നാൽ ടി വിയിൽ ഫ്ലാഷ് ന്യൂസും വരച്ച് ഒന്നുമേ കാട്ടിയിട്ടില്ലല്ലോ. 45 ഐറ്റത്തോടെ പേര് ചാനലിലൊന്നും വന്നില്ലല്ലോ. അതുകൊണ്ട് പ്രശ്നമില്ല, ഫോട്ടോ അത് തന്നെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. എല്ലാ ഓയിലിന്റെ ഫോട്ടോ അത് തന്നെ യൂസ് ചെയ്യാം. പേര് മട്ടും മാറ്റിയാൽ പോലും. ഓക്കെ. അപ്പൊ ശരി. എന്നാ കേരളത്തിൽ പേരേത് മാറ്റിയാലും വെളിച്ചെണ്ണ മാറത്തില്ല കേട്ടാ.